ഹലോ, അപ്പോൾ നമ്മൾ ടൊറൻറ്റോ സൂയിൽ പോവാണ്. ബാക്കി അവിടെ ചെന്നിട്ട് നമുക്ക് എല്ലാം കാണാൻ വരൂ. ഹലോ, അപ്പോൾ അതേ നമ്മൾ ടൊറൻറ്റോ സൂയിൽ പോവാണ്. ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ഫ്രണ്ടും ഉണ്ട്. ഞങ്ങൾ ബസ്സിലാണ് പോകുന്നത്. അപ്പം ഏത് ബസ്സാണെന്നൊക്കെ കാണിച്ചു തരാം. ഓക്കെ, ഹായ് പറയൂ. ബൈ. അപ്പം നമ്മൾ 85B ബസ്സിലാണ്. ഇത് ടൊറൻറ്റോ സൂയിലേക്കുള്ള ബസ്സാണ്. ഡോൺ മിൽസിൽ നിന്നാണ് സ്റ്റാർട്ടിങ്. ഡോൺ മിൽസ് ടു ടൊറൻറ്റോ സൂയിലാണ്. അപ്പോൾ 85B ആണ് ഡോൺ മിൽസിൽ നമ്മൾ എടുത്തിട്ട് സൂയിലേക്ക് പോകുന്നത്. അപ്പോൾ നമ്മളിതാ സൂയിലെത്തിയിരിക്കുകയാണ്. ഭയങ്കര തിരക്കാണ്. ഇതാ നിറയെ ആളുകളാണ്. ഇത് ടിക്കറ്റ് എടുക്കാനുള്ളവരാണ്. നമ്മൾ ടിക്കറ്റ് ഓൾറെഡി എടുത്തിട്ട് വന്നതുകൊണ്ട് നമുക്ക് ഡയറക്റ്റ് കയറാവുന്നതാണ്. സോ ഇതാണ് സൂവിൻ്റെ ഫ്രണ്ട് സൈഡ്. ഇതാ ഇവിടെയാണ് ബസ് നമ്മളെ കൊണ്ട് ഡ്രോപ്പ് ചെയ്യുന്നത്. ഇവിടെയാണ് ടിക്കറ്റ് എടുത്തിട്ട് ഓൺലൈൻ എടുത്തിട്ട് വന്നൊരു ടിക്കറ്റ് കാണിക്കുന്നത്. ഇതാ ഇവിടെ നമുക്ക് മാപ്പ് തരും. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കയറി ഇങ്ങനെ പോയാൽ ടിം ഹോർട്ടൻസ് കഫേസ് ഒക്കെ ഇവിടെയാണ്. സോ ഇതാണ് മാപ്പ്. നമ്മളിത് ഇവിടെ എൻട്രൻസിൽ കയറിയിട്ട് നമ്മളിപ്പോൾ പ്ലാൻ ചെയ്യുന്നത് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ വരാമെന്നുള്ള രീതിയിലാണ്. സോ നമ്മളിപ്പോൾ ഇൻഡോ മലയ എന്നുള്ള ഇതിലേക്ക് പോവാണ്. ഇതാ ഇവിടെ നമുക്ക് ഗിഫ്റ്റ് ഷോപ്പ് ഉണ്ട്. ഇതാ ഇതൊക്കെ ഉണ്ട്. സോ നമ്മളിപ്പോൾ ഇൻഡോ മലയ എന്ന് പറയുന്നിടത്ത് ദേ പോവുകയാണ്. ഇങ്ങനെയാണ് നമ്മൾ ദൈവത്തേക്ക് പോവാണ്. സോ നമ്മൾ ദേ ഫസ്റ്റ് സൂയിൽ വന്നിട്ട് കാണാൻ പോകുന്നത് Remind me of raccoons. ഇതാ നമ്മൾ ഇവിടെ വന്നിട്ട് ഫസ്റ്റ് കണ്ടത് ഇതിനെയാണ്, റാക്കൂൺസ്. അല്ല അവിടെ ഇതെന്തുവാന്നറിയത്തില്ല. ഇതാണ് സാധനം നമ്മൾ കാണാൻ പോകുന്നത്. ഓക്കെ, സോ നമ്മൾ അവിടുന്ന് നെക്സ്റ്റ് ഡേ വന്നത് അടുത്ത സാധനം നമ്മൾ കാണാൻ പോകുന്നത് റൈനോസറാണ്. റൈനോസറിനെ നമ്മൾ കാണാൻ പോവാണേ. എവിടെ? ദോ നിൽക്കുന്നു. എടാ ഇങ്ങോട്ട് വാ. അവൻ അവിടെ നിന്ന് വെള്ളം കുടിക്കുക. അവനെ ഇങ്ങോട്ട് വിളിച്ചിട്ട് വരുന്നില്ല. വാ ഇങ്ങോട്ട് വന്നേ.
പാടോ ജാടയാണോ മോനൂസേ? ഇങ്ങനെ ഒരു എൻട്രൻസ് വന്നിട്ട് എന്താണെന്നറിയില്ല. ഓ ഫിഷാണ്. അവിടുന്ന് നമ്മൾ എടാ ഇതെന്തുവാണെന്നറിയില്ല. ഇങ്ങോട്ട് നോക്കിയേ. ഞാൻ എൻ്റെ വീഡിയോയിലൊന്ന് പോസ്റ്റ് ചെയ്തേ. തലകുത്തി നിന്ന് എന്തോ ചെയ്യുവാണല്ലോ. എടാ ഒന്ന് നോക്കടൂ. സോറി, നോക്കാൻ താല്പര്യമില്ല, താല്പര്യകക്ഷിയല്ല. ഇതായിരുന്നു സംഭവം. ഓക്കെ, അടുത്ത് നമ്മൾ എന്തോ ഒരു ഇൻസെക്ട് പോലത്തെ ഒരു സാധനത്തിനെയാണ് കാണുന്നത്. ഇതാണ് സാധനം. അത് കണ്ടാൽ ആക്ച്വലി നമുക്കൊരു ജസ്റ്റ് ഒരു ചുള്ളിക്കമ്പ് പോലെ തോന്നുമെങ്കിലും ഇത് ആക്ച്വലി ഇതിൻ്റെ തലയും ഒക്കെയാണ് സാധനം. ഇവിടെ ഇരിപ്പുണ്ട്, പക്ഷെ ആള് താല്പര്യകക്ഷി അല്ലാത്തതുകൊണ്ട് പുറത്തേക്ക് വരുന്നില്ല. നമ്മുടെ നാട്ടിൽ കാണുന്ന സാധനങ്ങൾ നമ്മളിതൊക്കെ വഴിയരികിൽ നമ്മളെ കാണും. അവരതിനെ പിടിച്ച് ചൂടിട്ടേക്കുകയാണ്. ഇതിലെന്താ? ഓക്കെ, ഇതിൽ ലെപ്പേർഡ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ചേട്ടൻ എവിടെയാണെന്നുള്ള കാര്യം നമുക്കറിയില്ല. കണ്ടോ? കണ്ടോ? ഇതൊക്കെ കിടക്കുന്നു, പുല്ലൊക്കെ കൊണ്ടിട്ടേക്കുന്നു. കിടക്കാനാണ് ഇവിടെ. അതിനപ്പുറത്തൊരു കൂടുണ്ട്, ചിലപ്പോൾ അപ്പുറത്താണ്. അപ്പം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ അതിനകത്ത് നമ്മൾ ലെപ്പേർഡിനെ ആക്ച്വലി കണ്ടില്ല. ഇനി ഇല്ലാത്തതാണോ അതോ എവിടെയെങ്കിലും ഹൈഡ് ചെയ്തിരിക്കുകയാണോ എന്നറിയില്ല. ഓക്കെ, നമുക്ക് ബാക്കി നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കണ്ടത് ഇവിടെയാണ്. നമ്മളിവിടെ ഫസ്റ്റ് കാണാൻ പോകുന്നത് ഇതാണ്. അപ്പോൾ ഇത് നമ്മളുടെ മയിലാണ്. മയില് ക്യൂട്ട്. പിന്നെ നമ്മൾ വന്നത് ഫിഷിൻ്റെ അടുത്ത്. കുറേ ഫിഷ്. ഇനി ചിലപ്പോൾ നമ്മൾ കാണാൻ പോകുന്നത് ടോട്ടോയ്സ് ആയിരിക്കും. ടർട്ടിൽസ്. ആമക്കൂട്ടം. पानी में नहीं है, ये रहते बहुत सारे हैं. ഇവിടെ ആക്ച്വലി വേറെ ടൈപ്പ് രണ്ടെണ്ണം കണ്ട. വീണ്ടും നമ്മൾ ഫിഷ് കുറേ ഫിഷ്.
ഇവരെന്തോ കാര്യമായിട്ട് നിന്ന് നോക്കുന്നുണ്ട്. ഓ മൈ ഗോഡ്, You think snake? അയ്യോ, ഇതാ നമ്മളുടെ കുരങ്ങൻ ചേട്ടൻ. എടാ ബാ, എന്താ രണ്ടുപേരോട് അവരെന്തോ സംസാരിച്ചുകൊണ്ടിരിക്കുവാന്ന് തോന്നുന്നു. എന്താണെന്നറിയില്ല, അനങ്ങൾ രണ്ടുപേരോട് എന്തോ കാര്യമായിട്ട് പറയുവാന്ന് തോന്നുന്നു. കളിയൊക്കെ ചോദിക്കുന്നുണ്ട്. സോ ഇത് അതിൻ്റെ തന്നെ കൂടാണെന്ന് തോന്നുന്നില്ല. അവർക്ക് രണ്ടുപേരേ ഉള്ളൂ, പക്ഷെ വലിയ കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. വീണ്ടും നമ്മൾ ആമകളുടെ അടുത്ത് വന്നു. വേറെ ടൈപ്പ് ആമ, ഒത്തിരി ടൈപ്പ് ആമകളുണ്ട്. അതിലൊരു ടൈപ്പാണ് ദാ ഇവിടെ. നമ്മൾ മുൻപേ കുറച്ച് വേറെ കണ്ടു. ദാ വേറൊരാൾ. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് പച്ചിലപ്പാമ്പ്. ഇന്ന് നോക്കാം, ഞാൻ കണ്ടില്ല. ദാ ഇവിടെ ഇരിപ്പുണ്ട്, കണ്ടാ? നമ്മൾ അടുത്തത് കോബ്ര എന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ കാട്ടിനകത്ത് നമ്മൾ ഒന്നിനെയും കാണുന്നില്ല. എന്ത് ചെയ്യുമെന്ന് അറിയില്ല, ഒന്നുമില്ലാന്ന് തോന്നുന്നു, അറിയില്ല. എവിടെയെങ്കിലും ഹൈഡായിട്ട് ഇരിക്കുന്നതാണോ എന്നും അറിയില്ല. അടുത്തത് ടേർട്ടിൽ നമ്മളിപ്പോൾ കുറേ കണ്ടു. ദാ കണ്ടോ, ഇത് വേറെ ടൈപ്പ്, ലൈക്ക് കുഞ്ഞി വാവ, കുഞ്ഞി ടൈപ്പ്. ടൈഗറിനെ അവർ മൂവ് ചെയ്തു എന്നാണ് പറയുന്നത്, എങ്ങോട്ടാണെന്നറിയില്ല. സോ നമ്മൾ ഹോൺബിലിനെയാണ് അടുത്തത് കാണുന്നത്. സോ ഹോൺബിൽ ഇതാ ഇരിക്കുന്നു. ഹലോ, ഓ സോറി. അത് കുറച്ചേരം കഴിയുമ്പോൾ അത് തന്നെ വൈപ്പ് ചെയ്ത് ഇതിനെ എന്തോ ട്രെയിൻ ചെയ്തേക്ക് കേട്ടോ, നല്ല അതും ഭയങ്കര രസമായിരുന്നു. നമ്മുടെ ഒറാങ്കുട്ടൻ നമുക്ക് ക്ലോസ് ആയിട്ട് കാണാം. ലൈക്ക് അത് നമ്മുടെ സോപ്പ് വെള്ളം എടുത്തിട്ട് ഇങ്ങനെ തുടച്ചിട്ട് അത് വൈപ്പ് ചെയ്ത് കളയുന്നു. ഭയങ്കര രസമായിട്ടുണ്ട്. അതിനെ അവരെന്തോ കാര്യമായിട്ട് ട്രെയിൻ ചെയ്ത് വെച്ചേക്കുകയാണ്. ഭയങ്കര രസമായിട്ടുണ്ടായിരുന്നു. സോ ഈ സാധനം നമ്മൾ മുൻപേ ആക്ച്വലി ആ സൈഡിൽ നമ്മൾ പോയിട്ട് നമ്മൾ പറഞ്ഞില്ല അത് ഇവിടെ ഇല്ല എന്ന് പറഞ്ഞില്ല, അത് ആക്ച്വലി പുറത്ത് വന്നിട്ടുണ്ട്. സോ ഇതിനെ എങ്ങനെ ഇപ്പോൾ കണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ ആ ഒറാങ്കുട്ടനെ കണ്ടില്ല ആക്ച്വലി. ഞാനപ്പോൾ പറഞ്ഞു അവിടെ ഒരു ഡോർ കണ്ടിട്ട് ഞാൻ പറഞ്ഞു നമുക്ക് അതിൽ കയറി നോക്കാമെന്ന് പറഞ്ഞു. അത് വേറെയാണ്,
നമ്മൾ അതുവഴി ഇറങ്ങി പോകുന്നതെന്ന് പറഞ്ഞാൽ എൻ്റെ ചേച്ചി പറഞ്ഞിട്ട് ഞങ്ങൾ കയറിയില്ല. ഞങ്ങൾ എന്നിട്ട് ഇറങ്ങിയപ്പോൾ വേറെ റൂട്ട്, ഞങ്ങൾ പിന്നെ തിരിച്ചകത്ത് കയറിയിട്ട് കണ്ടതാണ് അതിനെ. അപ്പം ഞങ്ങൾ വന്നപ്പോൾ ഇതിനെ വീണ്ടും നമ്മൾ കണ്ടു. അപ്പം നമ്മൾ എല്ലാത്തിനെയും കണ്ടല്ലോ. സോ നമ്മൾ ഇൻഡോ മലയ കണ്ടു. അത് നമ്മൾ എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആഫ്രിക്കയിലേക്കാണ്, ലൈക്ക് ആഫ്രിക്ക സവാന. ഓക്കെ, അപ്പം ഇതിൽ കാണാം. ഇതിൽ കാണാൻ ആക്ച്വലി ഞാൻ കുറച്ച് കഷ്ടപ്പാട്. ഇതാണ് കണ്ടോ, നമ്മൾ ഇൻഡോ മലയൻ കണ്ടു. ഇൻഡോ മലയൻ ഇവിടെയാണ്, അത് നമ്മൾ കണ്ടു. അടുത്ത് ഇനി ആഫ്രിക്ക സവാനയാണ്. നമ്മൾ ഇനി അങ്ങോട്ടാണ് പോകുന്നത്. ഓക്കെ, സോ ആക്ച്വലി എന്താണെന്ന് വെച്ചാൽ ഇൻഡോ മലയ ആഫ്രിക്കയെ തമ്മിൽ ആക്സസ് ഇല്ല, കാരണം അവിടെ കൺസ്ട്രക്ഷൻ നടക്കുന്നതുകൊണ്ട്. അല്ലെങ്കിൽ നമുക്ക് ആക്ച്വലി ഇൻഡോ മലയ ത്രൂ അവിടുന്ന് ആഫ്രിക്ക, അവിടുന്ന് നമ്മൾ കനേഡിയൻ അങ്ങനെയായിരുന്നു ആക്ച്വലി പോകേണ്ടത്. പക്ഷേ നമ്മൾക്ക് കൺസ്ട്രക്ഷൻ കാരണം ആക്സസ് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ തിരിച്ച് വേറെ വഴിയാണ് ആഫ്രിക്ക സവാനയിൽ പോകുന്നത്. ഇവിടെ നടക്കാനുണ്ട്, നല്ല വെയിലുമുണ്ട്. നമ്മളിതാ കുറേ നടക്കണം. ഇന്ന് ഹോളിഡേ നമ്മൾ നടത്തം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ നമ്മളെവിടെ പോകുന്നത്? നമ്മുടെ നാട്ടിൽ പറമ്പിൽ നടക്കുന്ന ഗോട്ടിനെ കാണാനായിട്ടുള്ള ഇവരുടെയൊക്കെ ആവേശം കണ്ടു. ഇവരെയൊക്കെ നമ്മൾ കേരളത്തിൽ ആക്ച്വലി കൊണ്ടുപോകണത്. ഇവിടെ ഒരു ചേട്ടൻ ഗോട്ട് ഇരിപ്പുണ്ട് കേട്ടോ. ആ ടയറിനകത്ത് നോക്കിയാൽ അതാക്കണ്ടോ, അനങ്ങനെ ആക്ച്വലി കാണാം. വെയിലായതുകൊണ്ട് ക്ലിയർ ആവുന്നില്ല എന്നേ ഉള്ളൂ. ഇതിൻ്റെ പിന്നെ നിങ്ങൾക്ക് ആർക്കും കാണണ്ടായിരിക്കുമല്ലോ, നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. ടൊറൻറ്റോ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ആഫ്രിക്ക അങ്ങോട്ടാണ് കാണിച്ചിരുന്നത്. പക്ഷെ പോകുന്ന വഴിക്ക് നമുക്കിവിടെ മറ്റേ തുണ്ട്ര ട്രെക്ക് എന്ന് പറഞ്ഞ് പക്ഷെ നമ്മൾ അങ്ങോട്ട് കയറിയില്ല. അത് നമ്മൾ തിരിച്ച് വരുമ്പം കയറാമെന്ന് കരുതി നമ്മളിപ്പോൾ ആഫ്രിക്കയിലേക്കാണ് പോകുന്നത്. നമ്മളിതാ ഇപ്പം ഒരു ബ്രിഡ്ജിലൂടെ ഇങ്ങനെ നമ്മൾ ആഫ്രിക്കൻ ഇതിലേക്ക് പോവുകയാണ്. നല്ല നീണ്ട ഒരു ബ്രിഡ്ജാണ്, അതിൻ്റെ ചുറ്റും കാടുകൾ കണ്ടോ. ഒരുപാട് ആളുണ്ട് കേട്ടോ. ഇന്ന് ആക്ച്വലി സൺഡേ ആണ്, നല്ല ക്ലൈമറ്റൂടെ ആയതുകൊണ്ട് ഒരുപാട് ആളുണ്ട്. നമ്മൾ പാലത്തിൽ കൂടെ പോവാണ്. നമ്മൾ ആഫ്രിക്കൻ എന്താൻ്റെ പേര്, ആഫ്രിക്കൻ സവാനയോ ആഫ്രിക്കൻ സവാന സംതിങ് അങ്ങനെ ഒന്നുമാണ് എൻ്റെ പേര്. ഏതായാലും ആഫ്രിക്കൻ ആനിമൽസ് നമ്മൾ കാണാനായിട്ട് പോകുന്നു. ഈ പാലം ദാ ഇങ്ങനെ വളച്ചാണ് വെച്ചേക്കുന്നത്. എന്തിനാണെന്ന് അറിയത്തില്ല, അവർക്ക് നേരെ വെക്കാവുന്ന പാലമാണ്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, ഭയങ്കര ഭംഗി. നമ്മളിങ്ങനെ വളഞ്ഞ് ഇങ്ങനെയാണ്. കീ ഷോ പാർക്ക് എന്ന് പറഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അതിന് മുമ്പ് നമ്മൾ കാണാൻ പോകുന്നതാണ് പെൻഗ്വിൻസ് ഓഫ് സൗത്ത് ആഫ്രിക്ക. സോ शाम को बच्चों को पानी में डाल देंगे. സോ നിറയെ ആളുകളുണ്ട്. അപ്പോൾ അതാ ഇവിടെയാണെന്നാണ്. I kind of hear it on. 这两只在干嘛？你俩的贝壳是多少人醒吗？过来吃饭吗？你看那俩的狗在对面上。 അവർ പെൻഗ്വിന് ഫീഡ് ചെയ്യുവാണ്. പുള്ളിതാ ഫുഡൊക്കെ ഇട്ട് കൊടുത്തപ്പോഴത്തേക്ക് ഓടി വരുന്നു. ഞാൻ ഓടി വരുമായിരുന്നു.哦，那边是不是有人过来帮忙了？哦，那个是不是来过来帮忙了？你不要打。 സോറി, ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.妈妈，我也能这么大一点。 അതാ എല്ലാവരും ഓടി വന്നു.
ഇവിടെയാണ് ആക്ച്വലി പെൻഗ്വിൻ്റെ ഷോ ചിലപ്പോൾ നടക്കും. സോ അതിവിടെയാണ്. അതെനിക്ക് തോന്നുന്നു, എനിക്കറിയില്ല, എപ്പോഴാണ് ചൈനയെന്ന് അറിയില്ല. സോ ഇതാണ് ഷോ നടക്കുന്നത്. ഇത് നമ്മൾ അണ്ടർ വാട്ടർ വ്യൂവിങ്ങിൽ എങ്ങനെയാണ് എന്ന് ജസ്റ്റ് നോക്കാൻ പോവാണ്. അതെന്താണെന്ന് വെച്ചാൽ അതിനെ ഫീഡ് ചെയ്യാൻ കൊണ്ടുവെക്കുന്നുണ്ട്. ഇവിടെ ആരും കാണില്ല. സോ അതിനെല്ലാം ഫീഡ് ചെയ്യാൻ കൊണ്ടുപോയേക്കുവാണ്. പക്ഷെ അതിൻ്റെ അകത്തൊന്നും കാണത്തില്ല. ബട്ട് നമ്മൾക്ക് എന്താണ് എന്ന് ജസ്റ്റ് ഒന്ന് കാണാൻ വേണ്ടിയാണ്. അത് ആക്ച്വലി ഫീഡ് ചെയ്യുന്നില്ലായിരുന്നെങ്കിൽ നമുക്കതിനെ ഇവിടെയൊക്കെ ഇങ്ങനെ കാണാൻ. അത്രയേ ഉള്ളൂ. സോ ഇനി നമ്മൾ പോകുന്നതാണ് നമ്മളുടെ ഷോപ്പാണ്. സോ ഇവിടെ എന്തൊക്കെയോ സാധനങ്ങളുണ്ട്. എല്ലാത്തിനെയും കാണിച്ചു തരാം. കാണുന്നത് ക്യാറ്റിലാണ്. ക്യാറ്റിൽ. സോ അതാണ് ക്യാറ്റിൽ. ഏതാണ്ട് നമ്മുടെ പശുവിൻ്റെ ഒക്കെ ഒരു വിഭാഗത്തിൽപ്പെട്ട ഇച്ചിരി കൊമ്പ് വലുതായിട്ടുള്ള എന്തോ ഒരു സാധനം. അതാണ് സംഭവം. ഓക്കെ, നമ്മളിതാ ഹൈനേനെയാണ് കാണുന്നത്. ഓ പോന്നു, അയ്യോ ഇവിടെ അവിടെ നിൽക്കടാ. ഇതാ ഹൈനയാണ്. സോ ഇതാ ഓടി അങ്ങോട്ട് എവിടെയോ പോയിട്ടുണ്ട്. ജാടയാ മോനൂസിന് ജാടയാണ്. നമ്മൾ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്ക് ഒടുക്കത്തെ ജാട വേണ്ടതാ. അപ്പോൾ പോസ്റ്റ് ചെയ്തായിരുന്നു. ഇങ്ങോട്ട് വാ. ആ ഡോ ഇങ്ങോട്ട് വാ. ആ ഓ ജാടയാ. എന്തൊരു ജാട നോക്ക്. ഇത് നമ്മുടെ ലയണാണ്. ലയൺ ആഫ്രിക്കൻ ലയണാണ്. അതിൻ്റെ മേലിൽ അവിടെ കിടപ്പുണ്ട്. ഉറങ്ങുവാന്ന് തോന്നുന്നു. അനങ്ങുന്നു പോലുമില്ല. ഒരാളെ ഉള്ളെന്ന് തോന്നുന്നു. ഒന്നും കാണുന്നില്ല വേറെ. ഇത് ആൻറ്റ്ലോപ്പാണ്. നമ്മുടെ ഒരു ആടിൻ്റെ ഒരു വലിയ ചേട്ടനായിട്ട് വരും. വിത്ത് വലിയ കൊമ്പ് കണ്ട. അതിൻ്റെ കൂടാണ്. നല്ല വലിയ സ്പേസാണ്. നമ്മൾ ആക്ച്വലി സിംഹത്തിൻ്റെ ആക്ച്വലി ഇതിൻ്റെ മേളിലാണ് ആ സിംഹം ഇങ്ങനെ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ താഴെ ഒരു പാസേജ് ഉണ്ട് ഇങ്ങനെ റോക്കൊക്കെ ആയിട്ട്. സോ അതിലേക്കൂടെ നമ്മളിങ്ങനെ പോകും. എന്നിട്ട് നമ്മൾ വേറെ സെപ്പറേറ്റ് സൈഡിൽ വരും. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നതാണ് ഓസ്ട്രിച്ച്. അത് ആക്ച്വലി ഓസ്ട്രിച്ച് ഉണ്ട്. പക്ഷെ അത് അങ്ങ് ദൂരെ നിൽക്കുകയാണ്. അത് പക്ഷെ ആ സൈഡിൽ ചെന്നാൽ കാണാൻ പറ്റും തോന്നുന്നു. ഇതാ അവിടെ നിൽപ്പുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ പറ്റില്ല. അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് ഒലിവ് ബബൂൺ. നമ്മുടെ കുരങ്ങൻ്റെ വേറൊരു വകഭേദം. അതാണ് നമ്മൾ ആക്ച്വലി അപ്പുറത്ത് നിന്ന് കണ്ടത്. ഒരെണ്ണം അതിനകത്ത്, രണ്ടെണ്ണം അതിനകത്ത് ഇരിപ്പുണ്ട്. ഒരെണ്ണതായി ഇവിടെ ഇരിക്കുന്നു. ഒരു സീബ്ര ഒരെണ്ണേ ഉള്ളെന്ന് തോന്നുന്നു. വേറെ സീബ്രാസ് ഒന്നും കാണുന്നില്ല. ഒരാളേ ഉള്ളൂ. സീബ്രനെ കണ്ടു. വേറൊരു സീബ്രയാണ്. നമ്മൾ ആക്ച്വലി മുമ്പ് ഒരു സീബ്ര ഉള്ളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഫസ്റ്റ് കണ്ട സീബ്രയാണ്. അത് കഴിഞ്ഞ് ഇവിടെ ഒരാൾ നിൽപ്പുണ്ട്. പിന്നെ ഇത് ക്ലോസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ടോട്ടലി 3 എണ്ണം ഉണ്ട്. അവിടെ നിന്ന് നമ്മൾ ഇങ്ങനെ കുറേച്ച് നടന്ന് കുറേ നടക്കാറുണ്ട് ആക്ച്വലി. പിന്നെ ഇവരിങ്ങനെ ഇടയ്ക്ക് ഇവിടെ വെള്ളം കിട്ടുന്നത് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരുപാട് നടക്കാനുണ്ട് നമുക്ക്. നമ്മൾ ആക്ച്വലി ആഫ്രിക്കൻ സെക്കൻഡ് ഇതായതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു 5 or 6 തീർക്കാനുണ്ട്. ഇതിൻ്റെ ഒരു ഹട്ട് ഒക്കെ ഉണ്ട്.
ഹലോ, അപ്പം നമ്മൾ കുറച്ച് റെസ്റ്റ് എടുക്കാമെന്ന് കരുതി നടന്ന് ക്ഷീണിച്ചിട്ട് അപ്പം ഞങ്ങളിതേ കോക്ടെയിലൊക്കെ മേടിച്ചു, പിന്നെ കുറച്ച് ഫ്രൈസൊക്കെ മേടിച്ചു. ഹായ് പറ, ഹായ് പറ. ഇതാ ഞാൻ മേടിച്ചാണ്. എന്തായിരുന്നു എൻ്റെ പേര്? ആഫ്രോ സൺറൈസ് കോക്ടെയിലാണ് ഇത്. ഇൻഡോ ആഫ്രോ സൺറൈസ് കോക്ടെയിലാണ് ഇത്. ആക്ച്വലി വോഡ്ക, ഓറഞ്ച് ജ്യൂസ്, പിന്നെന്തോ ക്രാൻബെറി ജ്യൂസ് മിക്സാണ് ഇത്. പുമ്പ ഇത് ആക്ച്വലി ജിന്നും മിക്സാണ് ഇതും. ഇത് ആക്ച്വലി ഇതിൻ്റെ പേരെന്തായിരുന്നു? അതിൻ്റെ പേരെന്തോടെ? എന്തോ സീ ബ്രീസ്, ആഫ്രിക്കൻ സീ ബ്രീസ്. യാ. സോ ഇത് ആക്ച്വലി വോഡ്ക ആൻഡ് ക്രാൻബെറി ജ്യൂസ് മിക്സാണ്. ഓക്കെ, അടുത്തത് ഗ്രേറ്റർ കുഡു. പക്ഷേ കുഡു ദോ അവിടെ ഇരിക്കുകയാണ്. അത് എൻ്റെ ഫോണിൻ്റെ സൂം വരെ കഴിഞ്ഞത് എന്തോ അങ്ങ് ദൂരെ ഇരിക്കുകയാണ്. നമ്മൾ മുമ്പേ കണ്ട കുഡു നമ്മൾ വേറെ സൈഡിൽ കൂടെ വന്നപ്പോൾ നമുക്ക് കുറച്ചുകൂടെ അതിനെ അടുത്ത് കാണാൻ പറ്റും. കണ്ട ജിറാഫ് ഉണ്ട്. ജിറാഫിനെ കണ്ടു, പക്ഷെ ഒരെണ്ണേ ഉള്ളൂ. ഞങ്ങൾ ലാസ്റ്റ് ടൈം വന്നപ്പം ആക്ച്വലി എനിക്ക് തോന്നുന്നു 2-3 എണ്ണം ഉണ്ടായിരുന്നു, പക്ഷെ ഇതാ ഇപ്പം ജസ്റ്റ് ഒരെണ്ണേ ഉള്ളൂ. ഇനി എവിടെയും മാറിയിരിക്കാൻ സ്ഥലമില്ലല്ലോ, ഒരാളേ ഉള്ളൂ ഇവിടെ. ഇവിടെ വരൂ. ഇവിടെ ക്ലോസ് വ്യൂ ആണ്. നമ്മളിപ്പുറത്തെ സൈഡിൽ കൂടെ വന്നപ്പം അവിടെ നിന്ന് കളിച്ചുകൊണ്ടിരുന്ന ഹിപ്പോ ഇപ്പോഴേ അവൻ അവിടെ പോയി കിടന്നു. മറ്റേൻ്റെ കൂടെ രണ്ടുപേരും കിടന്നു. അതായത് ചേച്ചി ഇവിടെ പറയുന്നത് ഭാര്യയും ഭർത്താവും ഒക്കെയാണെന്ന് അറിയില്ല. രണ്ടുപേരും ഇവിടെ കിടക്കുന്നു. ഓക്കെ, ഇതാണ് നമ്മുടെ നാട്ടിലെ കാട്ടുപന്നി. കണ്ടോ, ഇതാണ് കാട്ടുപന്നി. 2 എണ്ണം ഉണ്ട്, ഒരെണ്ണം അപ്പുറത്തും നടന്നു വരുന്നുണ്ടവൻ. ഇതാ കണ്ടോ. നമ്മൾ ആക്ച്വലി പറഞ്ഞു വേറെ ഒരു ജിറാഫിനെ കണ്ടുള്ളൂ, അതിനെ എന്തോ മാറ്റിയിട്ടേക്കുവാന്ന് തോന്നുന്നു. അത് വേറെയാണെന്ന് തോന്നുന്നു. ഇതാ ഇവിടെ വേറെ ജിറാഫ് 3 എണ്ണം ഉണ്ട് ആക്ച്വലി. ഇതാ വന്നു അവിടുന്ന് പുല്ലും കാര്യങ്ങളും ഒക്കെ എടുത്ത് ഇതാ ഇവിടുന്ന് തിന്നുന്നു. ഇതാ ഒരാൾ അവിടുന്ന് പുല്ലെടുത്ത് കഴിക്കുന്നു. കണ്ടോ. സോ നമ്മൾ ആഫ്രിക്കൻ റെയിൻ ഫോറസ്റ്റ് പവിലിയോണിലേക്ക് കയറുകയാണ്. എന്താണെന്നറിയില്ല, നമുക്ക് നോക്കാം. So, Gabon vibe. Back of the small pot. Oh, I don't see them. എവിടെ? ഞാൻ കണ്ടില്ല. സോറി. It's behind the small pot. കണ്ട കിടക്കുന്ന അവിടെ ആ ചട്ടിയുടെ പുറകിൽ. ഓ യാ യാ, ഇതാ ഇവിടെ കിടക്കുന്നു. കണ്ടോ. അടുത്ത നമ്മൾ കാണുന്നത് പൈത്തനാണ്. പൈത്തൻ ഇതിനകത്ത് ആക്ച്വലി ഇതാ കിടപ്പുണ്ട്. ഇതൊരു ക്രെയിനാണ് ആക്ച്വലി. ഇത് കൂടാതെ നമുക്ക് വലിയ ആമ, ഒത്തിരി വലിയതാണ്. ഇത്ര വലുതാവുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷെ നല്ല വലിയ ഒരു ക്രെയിനാണ്. ഒരാമ. അവിടെ നമുക്ക് വവ്വാലുണ്ട്.
നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിനെ കാണാൻ പോവാണ്. Yeah, he made a little mud puddle for himself. Because there's the clean water, but he's in the muddy water. ഇവിടെ വേറൊരാളുടെ കിടപ്പുണ്ട്. ഇതിന് നല്ല നല്ല വ്യൂ ആണ്. I like the lady from Madagascar. എന്തോ കഴിച്ചോണ്ടിരിക്കണം. That was a TV show. ഇവിടെ നമ്മുടെ അടുത്തേക്ക് ഒരു കിളി വന്നിട്ടുണ്ട്. പോയി. ഇത് നമ്മൾ കണ്ട ഹിപ്പോയുടെ വേറൊരു ആണ്. ഓക്കെ, അടുത്തത് റെഡ് റിവർ ഹോഗ്. അതാണ് ഇതാ സാധനം. എന്താണെന്ന് ചോദിച്ചാൽ അറിയില്ല. എന്തോ ഒരു സാധനം, മൂക്കൊക്കെ നീണ്ട, പന്നിയുടെ മൂക്ക് നീണ്ട വേറൊരു വേർഷൻ പോലെ. പന്നിയുടെ ബന്ധുവാണ് ഇത്. നമ്മുടെ എലിയാണ്. നല്ല രസമുണ്ട്. അവരിങ്ങനെ ഒരു കുറച്ച് സാധനങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിനകത്ത് കൂടെ ഇങ്ങനെ ബേബി എലിയാണ് കേട്ടോ, ലൈക്ക് കുഞ്ഞാണ്. ഓടി 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 ഹോളിനകത്ത് കൂടി ഇങ്ങനെ ഓടി 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 അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടി നടക്കുകയാണ്. ഭയങ്കര രസമുണ്ട് കാണാൻ. അടുത്തത് നമ്മളുടെ നാട്ടിലെ ഓന്ത്. പല ആളുകളുടെയും സ്വഭാവമുള്ള നമ്മളുടെ ഓന്താണ്. പുള്ളിതായിട്ട് പച്ചയിലിരിക്കുന്നത് കൊണ്ട് പച്ച കളറാണ്. പുള്ളി വേറെ എവിടോട്ടേലും മാറിയിരുന്നെങ്കിൽ നമുക്കതിൻ്റെ വേറെ കളർ നമ്മളുടെ മുള്ളംപന്നിയാണ് അടുത്തത്. ഇതാണ് അത്. ഇതിനകത്തിലേക്ക് കയറി കറക്റ്റാണ് ആക്ച്വലി കാണാൻ പറ്റുന്നത്. കുറച്ച് വന്നിരുന്നെങ്കിൽ നമുക്ക് കാണാമായിരുന്നു, പക്ഷേ ഇത് വരില്ല. ഇത് തവളയാണ്. തവള ഇപ്പം ചത്തിരിക്കുകയാണോ അതോ ജീവനുണ്ടോ എന്ന് അറിയത്തില്ല. അനങ്ങുന്നില്ല. അനങ്ങുന്നുണ്ട് കേട്ടോ. അതിങ്ങനെ തൊണ്ട ഭാഗം അനങ്ങുന്നുണ്ട്. കുഞ്ഞു തവളയുണ്ട്. ഇത് ആക്ച്വലി ഞങ്ങൾ അത് വിചാരിച്ചു അനങ്ങാത്തതാണെന്ന് വിചാരിച്ചു. പക്ഷെ നേരെ ഇരിക്കുമായിരുന്നു. അപ്പോൾ അത് തിരിഞ്ഞിരിക്കുന്നു, അനങ്ങുന്നുണ്ട്. ഇതിനകത്ത് ഇതാ നമ്മുടെ ഗോറില്ല ചേട്ടനോട് ഇരിപ്പുണ്ട്. ഇങ്ങോട്ട് വന്നേ. ജാടയാണോ മോനുസേ? കം ഹിയർ. വാ ഇങ്ങോട്ട് വന്നിടും. വരുത്തുന്നില്ല കേട്ടോ. കുറച്ച് ഇവിടെ ഉള്ള എല്ലാ മൃഗങ്ങൾക്കും കുറച്ച് ജാടയുള്ള കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. ആരും വരച്ചേക്കും വരുന്നില്ല. എടാ എടാ ഇങ്ങോട്ട് പാടാ. നിന്നെ കാണാൻ ഇത്ര പേര് ഇവിടെ വന്നിരിക്കുന്നത്. ജാട നോക്കണേ. എടാ എടാ കൊരങ്ങ ഇങ്ങോട്ട് പാടൂ. രക്ഷയില്ലല്ലോ. ഇവിടെ വേറൊരുത്തരിപ്പുണ്ട്. ഇവരുടെയൊക്കെ ജീവിതം ആക്ച്വലി സുഖമാണല്ലേ. രാവിലെ എനിക്ക് എന്തെങ്കിലും തിന്നുക, ഇവിടെ ഇരിക്കുക, വലിയ കൂട്ടിൽ കാണാനാണെങ്കിൽ ആൾ. ഇതാ നമ്മളിപ്പോൾ ഗൊറില്ലയുടെ എടുക്കലാണ് വന്നിരിക്കുന്നത്. ഇവിടെ കുറച്ച് ഗൊറില്ലയ്ക്ക് നടക്കാനായിട്ട് അവർ കുറച്ച് സാധനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം ഞങ്ങൾ പറഞ്ഞു ഇതുവഴിയൊക്കെ കയറി പോവാം, കൊച്ചു പിള്ളേർക്കുള്ളതാണോ എന്നറിയത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വയ്യ, നിങ്ങൾ വേണമെങ്കിൽ കയറിക്കോളെന്ന് പറയുന്നത്. ആക്ച്വലി കുരങ്ങിനുള്ളതായിരുന്നു. ഇതാ എല്ലാവരും ഇവിടെ ഇരിക്കുന്നത്. അതിൻ്റെ പേര് ചാർലി നാസിർ എന്നൊക്കെയാണ് അതിൻ്റെ പേര്. ചാൾസ് നാസിർ എന്നൊക്കെയാണ് പേര്. വലിയ സ്റ്റൈലൊക്കെ കേട്ടോ കിടക്കുന്നത്. ഇച്ചിരി സ്റ്റൈലൊക്കെ കേട്ടോ. ഇച്ചിരി ജാടയുള്ള കൂട്ടത്തിലാണ് ഇവിടുത്തെ മൃഗങ്ങളെല്ലാം. അവൻ എണ്ണീട്ടിരുന്നു. ആക്ച്വലി അവൻ കിടക്കുമായിരുന്നു. അവൻ ഇപ്പം എണ്ണീട്ടിരുന്നു. എന്തോ കഴിക്കുക കേട്ടോ. ഇല ഏതാണ്ടെന്ന് തോന്നുന്നു തിന്നോണ്ടിരിക്കുന്നുണ്ട്. എടാ ഇതോ മേളിൽ 2 പേര് ഉണ്ട്. അവരെനിക്ക് തോന്നുന്നു ആങ്ങളെയും പെണ്ണുമായിരിക്കും. ഇതിൻ്റെ മക്കളാണ്. എല്ലാവരും ബാച്ചിലേഴ്സാണ്. എല്ലാവരും ബാച്ചിലേഴ്സാണ്. ക്രോണിക് ബാച്ചിലേഴ്സ്. മൈൻഡൊന്നുമില്ല. കാരണം ഫേസൊക്കെ പോകുന്നുണ്ടെന്ന് ഭയങ്കര ജാടയുള്ളവരൊക്കെ നമ്മളിരിക്കത്തില്ലേ, അതേപോലെ ഉണ്ട്. വലിയ എന്തോ ബിസിനസ്സുകാരൊക്കെ ഇരിക്കുന്ന ടിപ്പാണ്. ഇതോ താഴെ ഒരാൾ കിടപ്പുണ്ട്.
സോ അപ്പം നമ്മൾ ആഫ്രിക്കൻ കണ്ടു, അതുവഴി കനേഡിയൻ കണ്ടു. അപ്പോൾ ഇത് രണ്ടും ആക്ച്വലി ഒരുമിച്ചായിരുന്നു. അപ്പം നമ്മളത് ഒരുമിച്ച് കണ്ടു എന്നാണ് നമ്മളുടെ വിശ്വാസം. അത് കഴിഞ്ഞിട്ട് നമ്മളിപ്പോൾ ഇനി ഓസ്ട്രേലിയ, അമേരിക്ക, ടുൻഡ്ര, ട്രക്ക്, യുറേഷ്യ അങ്ങോട്ടൊക്കെ പോവാണ്. ഓക്കെ, നമ്മളിപ്പോൾ അമേരിക്ക ഇതിലാണ് വന്നിരിക്കുന്നത്. സോ അതിൽ ഇതാ ഒരു കുഞ്ഞി കുരങ്ങുണ്ടായി ഇങ്ങനെ. ഈ കുരങ്ങനാണെങ്കിൽ വാലിന് നല്ല നീളമാണ് കേട്ടോ. കണ്ടോ, ഇതാ അവിടെ ഉണ്ട്. ഇവിടെ വേറൊരാള് ഭയങ്കര സർക്കസ് ഉണ്ട്. എന്താ അവന് കാണിക്കുന്നത് അവനും അറിയത്തില്ല, നമുക്കും അറിയത്തില്ല. കുരങ്ങൻ രണ്ടും ഒരു കൂട്ടിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ കുട്ടിക്കുരങ്ങൻ, വാലിൽ നീളമുള്ള ഓറഞ്ച് കളർ. ഇവിടെ വേറെ ആക്ച്വലി ഇങ്ങനെ ഒക്കെയാണ്. ഇതിൻ്റെ പേര് വൈറ്റ് ഫേസ്ഡ് സാക്കി എന്നാണ് പേര്. അവനാണ് ഓടിച്ചിറങ്ങുന്നത്, വൈറ്റ് ഫേസ്ഡ് സാക്കി. അവൻ്റെ ഫേസ് ആക്ച്വലി ഇതാ ബോഡി ഫുള്ള് കറുത്തിട്ട് അയ്യോടെ അകത്ത് കയറി. ഫേസ് ആക്ച്വലി വൈറ്റ് ആണ്. സോ അതിനെയാണ് നമ്മളിത് അവിടെ കണ്ടത്. ഇതാ സ്ലോത്ത്, പക്ഷെ ഇതിനകത്തൊന്നും ഇല്ല. ഇതാണെന്ന് തോന്നുന്നു ആക്ച്വലി. നമ്മൾ ഫ്രണ്ടിൽ കണ്ടില്ലേ, ലൈക്ക് ആ മങ്കിയുടെ കൂടെ ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ സർക്കസ് കാണിക്കുന്നേ, അത് അവനാന്ന് തോന്നുന്നു. ഒരുപാട് നടക്കാനുണ്ട് കേട്ടോ. നമ്മൾ ആക്ച്വലി നടന്ന് ആക്ച്വലി ടയേർഡായി, നല്ല വെയിലുമുണ്ട്. അപ്പം എന്നിട്ട് നമ്മൾ ആക്ച്വലി 3 ഇപ്പോൾ കവർ ചെയ്തിട്ടുള്ളൂ. ഇനി എന്തൊക്കെയോ കവർ ചെയ്യാനുണ്ട്. അങ്ങനെ നടക്കുന്നത്. ഇവരൊക്കെ എന്തൊക്കെയോ ആകാംക്ഷയോട് നോക്കുന്നത്. എന്താണെന്ന് നോക്കാം. ഇതാണ് നീർനായ, ഓട്ടർ. അത് ഫുൾ ടൈം വെള്ളത്തിലാന്ന് തോന്നുന്നു. അമേരിക്കാസ് പവലിയൻ, അതിലേക്ക് കയറുകയാണ്. സോ കയറുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ഒരു അവൾ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മൾ ഭയങ്കര രൂക്ഷമായി ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്തോ നമ്മളോട് എന്തോ ഒരു ദേഷ്യമുള്ള പോലെ. ഇതിൽ നമ്മൾ അകത്ത് കയറിയിരിക്കുന്നു. സൈഡില് സ്പെക്ടാക്കിൾ ഔൾ അതവിടെ ഇരിപ്പുണ്ട്. ഇതിലെന്താ ഇതുകൊണ്ട്. സോ ആക്ച്വലി 2 എണ്ണം ഉണ്ടോ? 2 എണ്ണം ഇല്ലേ? 2 കളറ്. ജമൈക്കൻ ഗോവ, ഇതാണ് സാധനം. എന്റെടാ സാക്കി ഇതൊക്കെയാണ് എഴുതി വെച്ചത്.
ആക്ച്വലി ഫീഡ് ചെയ്യാനായിട്ട് വന്നതാണ്. ഇവിടെ ഒരാളിരിപ്പുണ്ട്. ആക്ച്വലി റെഡ് ടെയിൽ ബോവ പാമ്പാണ്. പാമ്പൊക്കെ ഫോട്ടോ എടുത്ത് വെച്ചേക്കുന്നതാണോ? പക്ഷെ അനങ്ങുന്നുണ്ട്, ശ്വാസം വിടുന്നുണ്ട്. ഇത് ലോബ്സ്റ്റർ ആണ്. ഇത് ആക്ച്വലി നമ്മൾ ഗ്രോസറി ഷോപ്പിൽ കാണാറുണ്ട്. സ്റ്റാർ ഫിഷ്. ഓ സ്റ്റാർ ഫിഷ്. ആ ചെറിയ തരണ്ട് അതെ. ക്ലാഞ്ചിയാണ് ക്ലാഞ്ചി. റെയിൻബോ ഫിഷ്. ഓ കുട്ടി 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 ഫിഷ്. റെയിൻബോ ഫിഷ്. This is called Eastern Loggerhead Shrike. Hello. Hello. Yulikutta. ഗോൾഡൻ ഫ്രോഗ്. ഇതാണ് ഗോൾഡൻ ഫ്രോഗ്. വൈപ്പറാണ്. ചുറ്റി പരണ്ടിരിക്കുന്നത് കണ്ട. സോ ഇതാണ് പിറ്റ് വൈപ്പർ. സോ ദിസ് ഈസ് ഒരു പോയ്സൺ ഫ്രോഗാണ്. ബ്ലൂ കളറാണ്. ഇത് നമ്മൾ ഓട്ടറാണ്, ലൈക്ക് നമ്മുടെ നീർനായ. ഇതിനെയാണ് നമ്മൾ മേളിൽ കണ്ടത്. മേളിൽ കണ്ടിട്ട് നമ്മൾ വീഡിയോ എടുത്ത് താഴെ നമുക്കത് അടുത്ത് നിന്ന് ഉള്ള വ്യൂ The last time we came, they were doing enrichment lunch, so they gave them like food in containers. നമ്മുടെ അയാൾ വെച്ചുകൊണ്ട് നടക്കുന്ന സാധനം അതാണ്. ഇവിടുത്തെ വേറൊന്നും ഇതാ നമ്മൾ മുതല. ജോണി കൊതിയ. ഇതാ ജോണി കം ഹിയർ. കണ്ടോ മുതല കുഞ്ഞാണ് ജോണി. കൊതിയ വാ പൊളിച്ചിരിക്കുന്നു. ഇങ്ങോട്ട് വേടാ. ആക്ച്വലി നമ്മൾക്ക് ഒത്തിരി എടുക്കാനുണ്ട്, പക്ഷെ ഞാൻ എല്ലാത്തിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കില്ല. മാക്സിമം ഞാൻ കുറേ നമ്മൾ അങ്ങനെ കാണാത്ത കുറേ സാധനങ്ങളിലൊക്കെ എഴുതും. ആക്ച്വലി ഒത്തിരി ടോർട്ടിലൊക്കെ ആണെങ്കിലും ഒരുപാടുണ്ട്. ഞാൻ എല്ലാത്തിൻ്റെ ഒന്നും എടുക്കുന്നില്ല. മാക്സിമം നമുക്ക് പറ്റുന്ന രീതിയിലൊക്കെ. നമ്മൾ ആക്ച്വലി ടയർഡായി, അപ്പം കുറേയൊക്കെ എടുക്കുന്നുണ്ട്, കുറേയൊക്കെ എടുക്കുന്നില്ല. ഇത് ആക്ച്വലി അവരിവിടെ ലോബ്സ്റ്റർ ഷെഡ് അങ്ങനെ കുറേ സാധനങ്ങൾ ഇങ്ങനെ എടുത്ത് വെച്ചേക്കുക നമ്മൾക്ക് അറിയാൻ വേണ്ടി. Where'd the Florida go? Oh, it's right there. Can you see the turtle? ഇത് വീണ്ടും നമ്മുടെ മുതല കുഞ്ഞുങ്ങൾ. ജോണി കുട്ടൻ. ഈ ജോണി കം ഹിയർ. ജോണി കൊതിയ ഇവിടെ വാ. ഏയ് അനങ്ങുന്നു. ഓക്കെ, ഇത് കുറച്ച് ഇൻസെക്ട്സ് ആണ് ആക്ച്വലി. ഇതൊക്കെ എന്താണ് നമ്മുടെ നാട്ടില് ചെലന്തി സവാല കിട്ടിയോടി ഞാനത്
ഇതിലെന്താണെന്ന് ഈ സാധനമാണ്, പക്ഷേ ഇതിനെ ഞാൻ കണ്ടില്ല. നിങ്ങൾ വീഡിയോക്കകത്ത് കണ്ടെങ്കിൽ എന്നെയും കൂടെ കാണിക്കുക. ഇതൊരു കോക്രോച്ചാണ്. നമ്മുടെ നാട്ടിലെ പോലെയല്ല. ബ്രസീലിയൻ ആക്ച്വലി കോക്രോച്ചിന് ഭയങ്കര പേടിയാണ്. പക്ഷേ ഇത് നമ്മുടെ നാട്ടിൽ അല്ലാത്തതുകൊണ്ട് ഒരു പേടി വരുന്നില്ല. അതായത് വേറൊരു ടൈപ്പ് ഒരു ഫുഡ്, ഇത് വേറൊരു ടൈപ്പ്. ദിസ് ഇസ് ഗ്രാസ് ഹോപ്പർ, പച്ചക്കുതിര. പക്ഷേ ഇത് ചുമന്നിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇത് ചുമന്ന കുതിരയാണോ? ഒരെണ്ണത്തിൻ്റെ പുറത്ത് പോലെ ഒരെണ്ണം ഇരിപ്പുണ്ട്. This is also like cockroach. So where is the cockroach? Madagascar cockroach. Water bug. Oh. ചെലന്തി. ഞാൻ കണ്ടില്ല. നിങ്ങൾ കണ്ടെങ്കിൽ എന്നെ കാണിക്കുക. ക്യാരിക്കേച്ചർ വരച്ചിട്ട് നമ്മൾ ഇരുന്ന് കൊടുത്താൽ മതി, അവർ വരച്ചത്. ഇവിടെ ആക്ച്വലി നമുക്ക് സിപ്പ് ലൈൻ റോപ്പ്, നമ്മുടെ റോപ്പ് ഇല്ലേ, അതൊക്കെ ഉണ്ട്. ക്യാരിക്കേച്ചർ ആക്ച്വലി ആ പെൺകുട്ടീനെ അയാൾ അത്യാവശ്യം ഭംഗിയായിട്ട് അയാൾ വരച്ചിട്ടുണ്ട്. ഇവിടെ ആക്ച്വലി കുറേ ഷോപ്സ് കുറേ ഇങ്ങനെ ഉണ്ട്, നമുക്ക് കഴിക്കാനും ഒക്കെ ആയിട്ട്. സോ നമ്മളിതാ ഐസ്ക്രീം വെച്ചു. ഡ്രം സ്റ്റിക്ക് വാനില ഐസ്ക്രീം വെച്ചു. അപ്പം അത് കഴിക്കാം. ഇവിടെ ആക്ച്വലി ഒരു വെയിലിൻ്റെ സ്കെൽട്ടൺ അവർ ആക്ച്വലി വെച്ചിട്ടുണ്ട്. കൊള്ളാല്ലേ? നമ്മൾ പോളാർ ബെയറിനെ കാണാം. പോളാർ ബെയർ നമ്മൾ അണ്ടർ വാട്ടർ വ്യൂവിലൂടെയാണ് പോകുന്നത്. സൈഡും തിങ്സ് ഇവിടെ ഉണ്ടെന്ന് ഇവിടെ ഇല്ല. ആക്ച്വലി ഇതാണ് ആക്ച്വലി അണ്ടർ വാട്ടർ വ്യൂ. പക്ഷെ ഇവിടെ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മുകളിൽ എവിടെയാണെന്നാണ് തോന്നുന്നത്. നമ്മൾ മുകളിൽ വന്നു. അതോ അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. പോളാർ ബെയർ. തണ്ട് പറ്റുക. ഇവിടാണ് ആളുകൾ മണ്ടണം. കേട്ടോ
വരുന്നുണ്ട്. ഇല്ല ഐസ്ക്രീം തരാം, ഇങ്ങോട്ട് വരാം. ഇതാ ഐസ്ക്രീം. So cute.好像是在冲屁屁。 来了，又来了，朋友们，看没看？来了，来了。哦，大屁屁。 പട്ടിയെ പോലെ ഉണ്ടല്ലോ. വോൾഫാണ് വോൾഫ്. ഇത് അവിടെ വേറെ 4 പേരുണ്ട്. ഇതിൻ്റെയൊക്കെ കൈ നമ്മളെ കിട്ടിയാൽ കൊന്നു ചാക്കി. ഇതുകൊണ്ടോ കഴിക്കുന്നുണ്ടോ? നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ കയറി വരുമ്പം ആക്ച്വലി ഇവിടെ നല്ലൊരു വെള്ളച്ചാട്ടം. നല്ലൊരു ഫോൾസാണ് ആക്ച്വലി. നല്ല രസമുണ്ട്. ഒറ്റ കാല നിൽക്കുന്നതാണ്. 2 കാല നിൽക്കുന്നവന്മാരും ഉണ്ട്. കൊള്ളാല്ലേ? നമ്മൾ വിചാരിക്കും ശരിക്കും ഉണ്ടാക്കി വെച്ചേക്കുന്നതാണോ? അല്ല, അത് അനങ്ങുന്നുണ്ട്. അമേരിക്ക കഴിഞ്ഞു, ടുണ്ട്ര കഴിഞ്ഞു. ഞാൻ അടുത്തത് നമ്മൾ ഓസ്ട്രേലിയ ആണ്. ഓസ്ട്രേലിയ കഴിഞ്ഞിട്ട് യൂറേഷ്യയും കൂടെ കഴിഞ്ഞാൽ നമ്മൾ തീർന്നു. ഇതോ ആ മരത്തേൽ 1-2 ഇരിപ്പുണ്ടോ? ഉണ്ടോ? മയിൽ ആക്ച്വലി പീലി വിടർത്തിയിരുന്നു. Not so loud. It does what it wants. ഇവനാണ് ആക്ച്വലി കരയുന്നത്. കീ എന്ന് പറഞ്ഞിട്ട് കരയുന്നുണ്ട്. ആ കണ്ടോ? രണ്ട് സാധനം ഉണ്ടല്ലോ, ഒരെണ്ണേ ഉള്ളല്ലോ. ഇതാണ് നമ്മൾ മുമ്പേ അപ്പുറത്തൂടെ കണ്ട മയിലുകൾ. മയിലേ മയിലേ, ഇവിടെ ഒന്ന് പീലി എടുത്തടാ ചെറുക്കാ. ഇതാ ഇരിക്കുന്ന മരത്തിലൊക്കെ നല്ല രസമുണ്ട്. ഒരു മയിൽപ്പീലി തരുമോ?
Green tree fighter. ഇത് മാത്രമേ ഒരു കഥ പൊക്കി ഇതിൻ്റെ പേര് വോംബാറ്റ് എന്ന് പറയുന്ന സാധനം എന്താണെന്ന് അറിയില്ല. ഓസ്ട്രേലിയയിലുള്ള എന്തോ ഒരു സാധനം. മഞ്ഞത്തവള, അതാണ് മഞ്ഞത്ത്. സീ ഹോഴ്സ്. Oh, look at those too. അതായത് ബേബിയാണ്. ജനുവരി 2024 ഉള്ളതാണ്. They're right there. ക്യാങ്കറു. ഹായ് കാലി. അപ്പം നമ്മളെന്താ ടൈഗറിനെ കാണാൻ പോവാണ്. ടൈഗർ. എന്തിയാ ടൈഗറിന് പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ടൈഗറൊന്നും ഞാൻ കണ്ടില്ല. നമ്മൾ ടൈഗറിനെ കണ്ടില്ല ഗൈസ്. ടൈഗർ അതിനകത്തില്ലായിരുന്നു. അപ്പം നമ്മളിനി ലാസ്റ്റ് ഇതായ യുറേഷ്യ അതിലേക്കാണ് പോകുന്നത്. അവിടെ ഇനി എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഞങ്ങൾ എല്ലാവരും ടയേർഡായി, വയ്യതാ. എല്ലാവരും ടയേർഡായി നടക്കുക. ഒരാൾ നോക്കുന്ന പോലും ഇല്ല. വയ്യ. ഇതോ അതാണ് ടൈഗർ. റെസ്റ്റ് എടുക്കുകയാണ്. പക്ഷേ നല്ല വലിയ ടൈഗർ ആണ്. പക്ഷെ അതൊന്ന് എണ്ണിട്ടിരുന്നെങ്കിൽ ഒന്ന് കാണുമെങ്കിലും ചേർന്നു. ഒരാളെ ഉള്ളെന്ന് തോന്നുന്നു. റെഡ് പാൻഡ. ആക്ച്വലി ക്യാമലാണ്. ക്യാമൽ വിത്ത് 2 ഹംസ്, 2 ഹംസ് ഉള്ള ക്യാമൽ. ഇതവർ ആക്ച്വലി ക്ലീൻ ചെയ്യാനിട്ടേക്കുന്നത് കൊണ്ട് അതിനെ അപ്പുറത്ത് ഇട്ടേക്കാണ്. ഇത് ആക്ച്വലി ഇവിടെ നിൽക്കേണ്ടതാണ്. പക്ഷെ അവരിത് ക്ലീൻ ചെയ്യാൻ വന്നതുകൊണ്ട് അതിനത് അപ്പുറത്ത്. കണ്ടോ, അതാണ് സ്നോ ലെപ്പേർഡ്. നമുക്ക് ആക്ച്വലി ഇവിടെ മരങ്ങളുള്ളതുകൊണ്ട് കറക്റ്റായിട്ട് കാണാൻ പറ്റില്ല. അതാ സ്ഥല കണ്ട. നമ്മൾ അപ്പുറത്തൂടെ വന്നപ്പം കുറച്ച് കാണാൻ പറ്റത്തില്ലായിരുന്നു. ഇപ്പോൾ ഇതാ കുറച്ചുകൂടെ കാണാം. ഉറങ്ങുവാന്ന് തോന്നുന്നു. നമ്മുടെ ടൈഗറിനെ കണ്ടില്ല എന്ന് എനിക്ക് സങ്കടം പറഞ്ഞായിരുന്നു. ഇത് വേറൊരു ടൈഗറാണ് ആക്ച്വലി. ഒന്നും ചെയ്യൂല.
കിഡ്സു ആണിത്. ഇത് ആക്ച്വലി കിഡ്സു ആണ്. കിഡ്സു എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കാണ്. അവിടെ കുറേ ഫിഷും കുറച്ച് പക്ഷികളും അങ്ങനെ എന്തൊക്കെയോ കുട്ടി സാധനങ്ങൾ. ഞങ്ങൾ ആക്ച്വലി ടയേർഡായതുകൊണ്ട് ആർക്കും വയ്യ. പരുന്തല്ലേ? കോമൺ ഡ്രാവൺ അതായിരിക്കും. നമ്മൾ സൂവിലെല്ലാം കഴിഞ്ഞു. നമ്മളിത് പുറത്തിറങ്ങി. ഇവിടെ ആക്ച്വലി കൊച്ചു പിള്ളേർക്ക് കളിക്കുന്ന കുറേ സാധനങ്ങളും ഒക്കെ ആയിട്ട് കുറച്ച് ഫുഡും കാര്യങ്ങളൊക്കെ ആയിട്ട് ഉണ്ട്. നമ്മൾ ആക്ച്വലി നല്ല ടയേർഡായി. എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നമ്മൾ 11:30 കയറിയതാണ്. ഒരു 4:21 ആയി. 4:30. അപ്പം ആക്ച്വലി ഒരു 5 hours നമ്മൾ ഓൾറെഡി ഇതിനകത്ത് സ്പെൻഡ് ചെയ്തു. അപ്പം മൊത്തത്തിൽ കാണാൻ നമുക്ക് ആക്ച്വലി എക്സാക്ട്ലി 5 hours മതി. ഞങ്ങളാണെങ്കിൽ അധികം ഇരുന്നില്ല. ഫുഡൊന്നും അധികം ഒരുപാടൊന്നും നമ്മൾ ടൈം അല്ലാതെ കളഞ്ഞില്ല. അപ്പം അങ്ങനെയൊക്കെ പോവുകയാണെങ്കിൽ എല്ലാവർക്കും കൂടെ ഒരു ടോട്ടലി ഒരു 6 hours മതി. ഇപ്പം നമ്മൾ ഇരിക്കുന്നൊന്നുമില്ല, അല്ലെങ്കിൽ അധികം ടൈം നമ്മളല്ലാതെ കളയുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു 5 hours. ഞങ്ങളിപ്പം എക്സാക്ട്ലി ഒരു 5 hours ഇതിനകത്ത് ഇതാക്കി സ്പെൻഡ് ചെയ്തു. വേണമെങ്കിൽ നമ്മൾ ഇരിക്കുകയും റെസ്റ്റ് എടുത്തിട്ടൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു 6 hours മതി. ടൈമിങ് ആക്ച്വലി എനിക്ക് തോന്നുന്നു 9 to 7 ആണ് സൂവിൻ്റെ ഇപ്പോഴത്തെ ടൈമിംഗ് വെച്ചിട്ട്. ഞങ്ങൾ ആക്ച്വലി 11:30 വന്നു. ഇപ്പം 4:30. സോ ഞങ്ങളിപ്പം വന്ന വഴി തന്നെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങാണ്. ഞങ്ങൾ അസ്വസ്ഥരാണ് ഗൈസ്. ആക്ച്വലി അധികം ഒന്നുമില്ല. ഞങ്ങൾ ലാസ്റ്റ് ടൈം എനിക്കൊന്ന് ഞാൻ ഒരു 2 years ബാക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം കുറച്ചുകൂടൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അധികം ആനിമൽസ് ഒന്നുമില്ല ആക്ച്വലി. അതാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ പറയുമായിരുന്നു ആക്ച്വലി ഒന്നുമില്ല. ആക്ച്വലി നമ്മുടെ ട്രിവാൻഡ്രം സൂവിൽ ഇതിൽ കൂടുതലുണ്ട്. ഇവിടെ അധികം ഒന്നുമില്ല. അപ്പം ഞങ്ങൾ അസ്വസ്ഥരാണ്. ഞങ്ങൾക്കൊരു തൃപ്തിയില്ല. അപ്പം നമ്മൾ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വന്നിട്ടുണ്ട്. അവിടെ നമ്മൾ ബസ് ഇവിടെ നിന്ന് എടുത്ത് നമ്മൾ അങ്ങനെ ഞങ്ങൾ ബസ്സൊക്കെ ഇറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ്. എല്ലാവരും ടയേർഡാണ്. പയ്യ കുറേ നടന്നു, ഒത്തിരി നടന്നു. അപ്പം അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസവും കഴിഞ്ഞു. എൻജോയ് ചെയ്തു. നല്ലതായിരുന്നു. ഓക്കെ, ബൈ.